ഈ അടുത്ത കാലം വരെ പേരുകേട്ട പല തറവാടുകളിലും നമ്മെ പൂമുഖത്ത് വരവേറ്റിരുന്നത് തുറിച്ചു നോക്കുന്ന മൃഗങ്ങളുടെ ചേതന തുളുമ്പുന്ന തലകളായിരുന്നു. കേടുകൂടാത്ത രീതിയിൽ ഭിത്തികളിൽ അലങ്കാരമായി അവ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. ആ തറവാട്ടിലെ കാരണവന്മാരുടെ ശൂരതയുടെയും കുടുംബത്തിന്റെ വേട്ടയിലെ പ്രൗഢിയുടെയും പരുഷ പ്രതീകമായി അവ അങ്ങനെ നിലകൊണ്ടിരുന്നു. ഇതുപോലെ തങ്ങൾ കീഴടക്കുന്ന അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുന്ന മനുഷ്യരുടെ തലകൾ ശേഖരിക്കപ്പെട്ടിരുന്ന അലങ്കാരമായിരുന്ന ഒരു ഉപഹാരം പോലെ കണ്ടിരുന്ന ഒരു കാലവും കുറെ മനുഷ്യരും ഈ അടുത്ത കാലം വരെ ജീവിച്ചിരുന്നു. അവരുടെ വിചിത്രവും വിഭിന്നവുമായ തല കൊയ്ത്തിന്റെയും അതുവഴി അവരുടെ തലയെടുപ്പിന്റെയും നാൾ വഴികളിലേക്ക് നമുക്ക് ഒന്നിരിക്കാം. തലവേട്ട, തലവേട്ടക്കാർ എന്നത് പ്രാചീന കാലം മുതൽ ഈ നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല വംശങ്ങളിൽ നിലനിന്നിരുന്ന അക്രമോത്സുകമായ ഒരു ആചാരമായി. അത് വീണ്ടും സാമൂഹിക ചർച്ചകളിലേക്ക് ശ്രദ്ധിക്കപ്പെടാൻ കാരണം ഇപ്പോഴും ദൗർഭാഗ്യകരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന മണിപ്പൂരിലെ വംശീയ സംഘർഷത്തിന്റെ വേളയിൽ തന്റെ എതിരാളിയുടെ തല വെട്ടിയെടുത്ത് വടിയിൽ നാട്ടിവെച്ച് ആഘോഷിച്ച എതിർഗോത്രക്കാരന്റെ ഭീതിപ്പെടുത്തുന്ന ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടിയാണ്. പരിഷ്കൃത സമൂഹത്തിന് തീർത്തും അപരിചിതമായി തോന്നാവുന്ന ഈ പ്രവൃത്തി നൂറ്റാണ്ടുകളായി അവർ പിന്തുടരുന്ന ആചാരത്തിന്റെ ഭാഗമാണെന്നറിയുമ്പോഴാണ് അതിന്റെ ഭയാനകമായ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് അറിയാനുള്ള കൗതുകം ജനിക്കുന്നത്. യൂറോപ്പിൽ, തെക്കുകിഴക്കൻ ഏഷ്യയിൽ, ഓഷ്യാനിയിൽ, മീസോ അമേരിക്കൻ, തെക്കൻ അമേരിക്കൻ മേഖലകളിൽ ചില ഗോത്രവർഗ തീരദേശ വിഭാഗങ്ങൾക്കിടയിൽ വ്യാപകമായും മറ്റു ചില വംശങ്ങളിൽ ചില പ്രത്യേക അവസരങ്ങളിലും നിർബാധം നിലനിന്നിരുന്ന ഒരു നിഷ്ഠൂര പ്രവൃത്തിയായിരുന്നു തലവേട്ട. യുദ്ധാവസരങ്ങളിൽ ശത്രുവിന്റെ തല വെട്ടി ആഘോഷിക്കുന്നത് സ്വാഭാവികമായ നടപടിയാണെങ്കിൽ ആ തല തന്റെ ധൈര്യത്തിന്റെയും പോരാട്ട വിജയത്തിന്റെയും ആചാരങ്ങളുടെ തുടർച്ചയുടെയും താൻ കീഴ്പ്പെടുത്തിയ ശത്രുവിന്റെ ഗോത്രത്തെ അപമാനിക്കുന്നതിനു വേണ്ടി ഒരു ഉപഹാരം എന്ന രീതിയിൽ സ്വീകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് തീർത്തും അസാധാരണമാണ്. നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഇതിന്റെ തുടക്കത്തെക്കുറിച്ചും ഇങ്ങനെ ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. ഉത്ഭവം അവ്യക്തമാണെങ്കിലും പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ചില സൂചനകൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും എതിരാളിയുടെ മുകളിൽ ഈ ലോകത്തും പരലോകത്തും അധീശത്വം സ്ഥാപിക്കാനുള്ള മതപരമായ ചടങ്ങായിട്ടാണ് ഈ പ്രവൃത്തിയെ ഭൂരിപക്ഷം വിദഗ്ധരും കരുതിപ്പോരുന്നത്. അതുപോലെ ധീരത തെളിയിക്കുക, ആണത്വം സ്ഥാപിക്കുക, സ്വഗോത്ര അംഗീകാരം വർദ്ധിപ്പിക്കുക, എതിരാളിയുടെ ആത്മാവിന് ശാന്തി നൽകുക, ഇങ്ങനെ ഓരോ ഗോത്രങ്ങളിലും വേട്ടയുടെ കാരണങ്ങളും വ്യത്യസ്തമായി. താൻ ശേഖരിച്ച തലകളുടെ ഉടമകൾ അടുത്ത ജന്മത്തിലും തന്റെ അടിമകളായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. ചിലപ്പോഴൊക്കെ വിവാഹബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ ഇത്തരത്തിൽ ശത്രുക്കളുടെ തലകൾ ശേഖരിക്കണമെന്ന ചട്ടങ്ങളുള്ള ഗോത്രങ്ങൾ പോലും ഇന്തോനേഷ്യൻ മഴക്കാടുകളിൽ ഉണ്ടായിരുന്നു. അപൂർവമായെങ്കിലും നരഭോജനവും കാരണമായിരുന്നു. ഇതുപോലെ തന്നെയാണ് തല വെട്ടിയെടുക്കുന്ന രീതി. അവ സംരക്ഷിക്കപ്പെടുന്ന പ്രവൃത്തി. ചിലർ തല മുഴുവനായും, മറ്റു ചിലർ ചെവി, മൂക്ക്, ചുണ്ട് എന്നീ ഭാഗങ്ങൾ മാത്രമായും ശേഖരിച്ച് സൂക്ഷിച്ചു പോന്നിരുന്നു. ക്രൂരവും കഠിനവുമായ ഈ പ്രവൃത്തി തീർത്തും ലളിത സാധാരണമായി നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന ചില ഭൂപ്രദേശങ്ങളെയും ആ ജനവിഭാഗങ്ങളെയും അവരുടെ വൈജാത്യങ്ങളെയും അടുത്തറിയാൻ ശ്രമിക്കാം. ആസ്ട്രോനേഷ്യൻസ് ഇന്ന് കാണുന്ന ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, ബ്രൂണൈ, തായ്ലൻഡ്, തായ്വാൻ എന്നീ പ്രദേശങ്ങളിൽ അധിവസിക്കുന്നവരെയാണ് പൊതുവെ ആസ്ട്രോനേഷ്യൻസ് എന്ന് വിളിക്കുന്നത്. ഇറ്റാലിയൻ പര്യവേഷകനും നരവംശ ശാസ്ത്രജ്ഞനുമായ എലിയോ മോട്ടി കുറിയാനി ഈ പ്രദേശങ്ങളിലെ തലവേട്ടക്കാരായ ഹോണ്ടാക്, സൂംബ, ഇവാൻ, ഇർഗുട്ടോ തുടങ്ങിയ വംശങ്ങളെക്കുറിച്ച് അവർ ഇടയിൽ താമസിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൊതുവെ കിഴക്കൻ ഏഷ്യയിലെ ഗോത്രവർഗക്കാർ മിക്കവരും തന്നെ അവരുടെ ശരീരത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള പച്ചക്കുത്തലുകൾ നടത്താറുണ്ട്. എന്നാൽ യാദർശികമായി തലവേട്ടക്കാരായ ഗോത്രങ്ങളുടെ പച്ചക്കുത്തലുകൾക്ക് വിചിത്രമായ ഒരു ഘടനയുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. വളരെ ശ്രമകരമായ അന്വേഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആ വിചിത്രമായ രീതിയിൽ പച്ച കുത്തിയിരിക്കുന്നത് അവർ ഇതുവരെ കൊയ്തെടുത്ത തലകളുടെ കണക്കുകളായിരുന്നു. ഈ കണക്കാണ് സമൂഹത്തിൽ അവരുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. ഇതിനെ അവർ വിളിക്കുന്ന പേരാണ് ചക്ലാക്ക്. അതായത് അവരുടെ ശരീരത്തിലെ ആ പച്ച കുത്തലിനും അവർ കൊയ്യുന്ന ഓരോ തലയ്ക്കും അഭേദ്യമായ ബന്ധമുണ്ട്. അവരുടെ വംശത്തിലെ ആർക്കും അയാൾ എത്ര ധീരനാണെന്ന് അറിയാൻ
ആ പച്ചകുത്തൽ കണ്ടാൽ മാത്രം മതിയാകും. ഇങ്ങനെ ശേഖരിക്കുന്ന ശത്രുക്കളുടെ തലകൾ ഒരു പ്രത്യേക രീതിയിലുള്ള കമാനമുണ്ടാക്കി അതിൽ തൂക്കിയിടുകയാണ് ഇവരുടെ രീതി. ചില വിശേഷ ദിവസങ്ങളിൽ പൂജകളും പ്രാർത്ഥനകളും മറ്റു കർമ്മങ്ങളും ഈ കമാന രൂപങ്ങൾക്ക് ചുറ്റുമായി നടത്താറുമുണ്ട്. ഈ തലകൾ വിലമതിക്കാനാകാത്ത അമൂല്യ വസ്തുക്കളായാണ് ഇക്കൂട്ടർ കാണുന്നത്. ഒരു സുമ വാരിയർ പ്രായപൂർത്തിയാകുന്നതും വിവാഹിതനാകുന്നതും ആ ഗോത്രത്തിൽ വിലമതിക്കപ്പെടുന്നതും ഈ പച്ചക്കുത്തലിന്റെ പിൻബലത്തിലാണ്. മെലനേഷ്യയിലെ പാപ്പുനി ഗിനിയ ഉൾപ്പെടുന്ന പ്രദേശത്തിലെ ഖൊരീബ ദ്വീപിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഒരു ക്രിസ്ത്യൻ മിഷണറി. മുളങ്കാലുകളിൽ താങ്ങി നിർത്തപ്പെട്ട ഒരു നീളൻ ഏറുമാടം വിചിത്രമായി അലങ്കരിച്ച രീതിയിൽ കാണപ്പെടുകയുണ്ടായി. അതിൽ ചാരി നിർത്തിയിരുന്ന മരക്കോവണി വഴി കയറി നോക്കിയ അദ്ദേഹം 10,000കണക്കിന് തലയോട്ടികൾ ഭംഗിയായി ചിട്ടയോടെ അടുക്കി വെച്ചിരിക്കുന്ന ഭയാനകരമായ കാഴ്ചയാണ് കണ്ടത്. കൂടുതൽ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ആ കൂടാരം മാരിഡ് എന്ന ഒരു പ്രത്യേക വംശത്തിൻ്റെതാണെന്ന് മനസ്സിലായി. ഇവർക്ക് തലവേട്ട എന്നത് കുഞ്ഞിന്റെ പേര് നൽകുന്ന ചടങ്ങുകളുമായി പോലും ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഒരു കർമ്മമായിരുന്നു. ശത്രുവിന്റെ തലയോട്ടിയിൽ നൽകുന്ന പാനീയത്തിന് എന്തോ അമാനുഷികമായ കഴിവുണ്ടെന്ന് അവർ വിശ്വസിച്ചു പോന്നിരുന്നു. അതുമാത്രമല്ല, വധിക്കുന്ന ശത്രുവിന്റെ മാംസം ചില പ്രത്യേക അവസരങ്ങളിൽ കഴിക്കുന്ന സ്വഭാവവും ഈ വിഭാഗത്തിനുണ്ടായിരുന്നു. മെലനേഷ്യയിൽ തന്നെയുള്ള മറ്റു ചില വിഭാഗങ്ങളിലെ കൂർവായ് പോലുള്ള ഗോത്രങ്ങൾ ഉയർന്ന മരങ്ങളിൽ വീട് വെക്കുന്നത് ഇതുപോലുള്ള തലവേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് പറയപ്പെടുന്നു. ഇന്നും ചില വിഭാഗമെങ്കിലും ഈ വർഗത്തിലുള്ളവർ വലിയ വലിയ ഏർമാടങ്ങളിലാണ് താമസിക്കുന്നത്. ചില മരങ്ങൾക്ക് 40 മീറ്റർ മുകളിൽ വരെ ഉയരമുണ്ടായിരിക്കും. 18ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലാണ് ഇവർക്കിടയിൽ അവസാനത്തെ തലവേട്ട റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ന്യൂസിലാൻഡിലെ മാവോറി ജനങ്ങൾക്കിടയിൽ അവരുടെ പൂർവികരുടെയും ശത്രുക്കളുടെയും തലകൾ തലച്ചോറും കണ്ണുകളും എടുത്തു കളഞ്ഞ് പ്രത്യേക രീതിയിൽ ഉണക്കി പച്ചക്കുത്തി സൂക്ഷിക്കുമായിരുന്നു. അതിന് അവരുടെ ഇടയിൽ പറയുന്ന പേരാണ് മൊഹമൊഹോയ്. ഒരു പ്രത്യേക ചുമരിൽ വെളുത്ത നിറം പൂശി അതിൽ തട്ടുകളായി ഈ തലയോട്ടികൾ പ്രദർശിപ്പിക്കുമായിരുന്നു. മ്യൂസിയത്തിലും മറ്റും ചിത്രശലഭങ്ങളെയും വണ്ടുകളെയും പ്രദർശിപ്പിക്കുന്ന രീതി. 1800കളിൽ ചില യൂറോപ്യന്മാർ ഈ തലകളെ ഏകദേശം മുഴുവനായി വാങ്ങി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നു. പിന്നീട് അതിനെക്കുറിച്ച് കാര്യമായ അറിവുകൾ ലഭ്യമല്ല. ഫിലിപ്പീൻസിലെ തലവേട്ടക്കാർ ഈ കർമ്മത്തിന് വേണ്ടി മാത്രമായി പ്രത്യേക മഴവും വാളും കത്തിയും തയ്യാറാക്കി വെക്കുമായിരുന്നു. അതുകൊണ്ട് മാത്രമേ അവർ ഈ കർമ്മം നടപ്പാക്കുകയുള്ളൂ. അവരുടെ പൂർവികരുടെ ആത്മാക്കളുടെ മോക്ഷത്തിനും പഴയ കുടിപ്പകയ്ക്ക് ബദലായുമാണ് ഈ തലവേട്ട നടത്തിയത്. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി ഈ ആചാരങ്ങളെല്ലാം നിർത്തലാക്കപ്പെട്ടു. തായ്വാനിലെ ആദിമവാസികളും ഗോത്രക്കാരും തലവേട്ടയിൽ പേരെടുത്തവരായിരുന്നു. അവരിൽ യാമി ജനത ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഈ പ്രാകൃത പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്നു. ഡച്ചുകാർ താഴ്വാനെ കീഴടക്കി ഭരിച്ചിരുന്ന കാലത്ത് ചൈനയിൽ നിന്നുള്ള ആക്രമണത്തെ തടയാൻ ഈ ആദിവാസികളെ പരിശീലിപ്പിച്ച് യുദ്ധത്തിനയക്കുമായിരുന്നു. അങ്ങനെ ആ യുദ്ധസമയങ്ങളിൽ കിട്ടുന്ന ചൈനക്കാരുടെ തലകൾ കൊയ്ത് അവർ ഈ ആചാരത്തെ മുന്നോട്ട് നീക്കുകയും ചെയ്തിരുന്നു. ഡച്ചുകാർ അതിനെ എതിർത്തതുമില്ല. എന്നാൽ ജപ്പാൻ കൊളോണിയൽ കാലത്ത് ജപ്പാൻ സൈന്യം അവരെ അടിച്ചൊതുക്കുകയും തലവേട്ട പോലുള്ള ആചാരങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. പ്രതികാരദാഹികളായ അവർ പിൽക്കാലത്ത് സംഘടിച്ച് ജപ്പാനെതിരെ കലാപം ഉണ്ടാക്കുകയും ജപ്പാൻ സൈനികരെയും അവരെ സഹായിച്ച മറ്റു ആദിവാസി വിഭാഗങ്ങളെയും കൂട്ടക്കൊല ചെയ്യുകയും അവരുടെ തലവേട്ട ആചാരം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് എപ്പോഴോ ഈ പ്രവർത്തനങ്ങൾ തീർത്തും അപ്രതീക്ഷിതമായി. ചൈനയിലെ ക്വിൻ രാജവംശത്തിന്റെ പട്ടാളക്കാർക്കിടയിൽ ഒരു സമ്മാനമായി ശത്രുക്കളുടെ തലകൾ അവർ സൂക്ഷിക്കുകയും തങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവ നൽകുകയും അതുവഴി സ്ഥാനക്കയറ്റം ലഭിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ വ്യാപകമായി ചൈനയിൽ ആചാരമായോ സമ്പ്രദായമായോ തലവേട്ട നിലനിന്നിരുന്നതായി ഒരു രേഖയുമില്ല. ജപ്പാനിലെ സാമുറായികൾ അവരുടെ ശത്രുക്കളുടെ ശിരസ് അവരുടെ യശസ്സിന് വേണ്ടി വെട്ടാറുണ്ടായിരുന്നുവെങ്കിലും അതൊരു ആചാരമായി അത് ശേഖരിക്കുന്ന രീതി അവർ പിന്തുടരുന്നില്ല. യുദ്ധസമയത്തെ ഒരു വീരപ്രവൃത്തി മാത്രമായാണ് അത് നിലകൊണ്ടിരുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഇന്ത്യയിൽ വ്യാപകമായി തലവേട്ട നിലനിന്നിരുന്നു. പ്രധാനമായും നോർത്ത് ഈസ്റ്റ് മേഖലയിലെ കുക്കീസ്, മീസോ, നാഗ വിഭാഗങ്ങൾക്കിടയിലാണ് ഇത് കാണപ്പെട്ടിരുന്നത്. എന്നാൽ ഈയിടെ നടന്ന മണിപ്പൂർ സംഭവത്തിൽ മെയ്തി ഗോത്രക്കാരനായ ആളാണ് കുക്കി വിഭാഗത്തിലുള്ള തന്റെ ശത്രുവിന്റെ തല വെട്ടിയെടുത്ത് പ്രദർശിപ്പിച്ചത്. ഇതിലെ വിരോധാഭാസം എന്തെന്നാൽ മെയ്തികൾക്കിടയിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമോ ഒരു ആചാരമോ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം
കുക്കികളുടെ ആചാരത്തെ അവർക്കെതിരെ ഉപയോഗിച്ചതുമാകാം. ഇന്നും നിഗൂഢതകളുടെ തായ്വാരമായ ആമസോൺ പ്രദേശങ്ങളാണ് ഈ പ്രാകൃത പ്രവൃത്തികൾക്ക് അമേരിക്കൻ മണ്ണിൽ വിളനിലമായത്. പെറുവിന് വടക്കും ഇക്വഡോറിന്റെ കിഴക്കും ജീവിച്ചിരുന്ന ജിവറോയൻ വിഭാഗത്തിലെ ഗോത്ര ജനതയാണ് വിജയചിഹ്നമായി തലവേട്ടയിൽ വ്യാപൃതരായിരുന്നു. സാൻസാൻസ് എന്ന് വിളിക്കുന്ന കർമ്മത്തിലൂടെ ശത്രുവിന്റെ തലയെ എത്രത്തോളം ചെറുതാക്കാമോ അത്രത്തോളം ചുരുക്കി തട്ടുകളായി ക്രമീകരിച്ച മരത്തിന്റെ സോ ബെൻലി എന്ന ചതുര നിർമ്മിതിയിൽ അവരുടെ ആരാധനാലയത്തിന്റെ വശങ്ങളിൽ എവർക്കും ദൃശ്യമായ രീതിയിൽ അവർ പ്രദർശിപ്പിക്കുമായിരുന്നു. മിക്കവാറും ഈ തലകൾ ഒന്നുകിൽ ശത്രുക്കളുടേതോ അല്ലെങ്കിൽ ദൈവപ്രീതിക്കായി ബലി നൽകുന്ന ജനവിഭാഗങ്ങളുടേതോ ആയിരിക്കും. ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ടായിരുന്നു. അത് തീർത്തും കച്ചവടപരമാണ്. മതപരമായ ചടങ്ങുകൾക്ക് വരുന്ന മറ്റു സൗഹൃദ ഗോത്രങ്ങൾക്കും സഞ്ചാരികൾക്കും ഇവ വിൽപ്പന നടത്തുക എന്നതായിരുന്നു. സ്പാനിഷ് അധിനിവേശ സേനയിലെ അംഗങ്ങളിൽ നിന്ന് ലഭിച്ച സൊബാൻടെലി എന്നറിയപ്പെടുന്ന വലിയ ചതുര നിർമ്മിതിയുടെ വിവരങ്ങളിൽ നിന്ന് 20-ാം നൂറ്റാണ്ടിൽ ഗവേഷകരായ ആൻഡ്രൂ ടി താബിയ, സിയാഗോ സുരാൻ എന്നിവർ ഗവേഷണം നടത്തി അനുമാനിച്ചത് ചുരുങ്ങിയത് 60,000 തലകൾ ടിനോച്ചിറ്റിലാൻ എന്ന മായൻ സാംസ്കാരിക നഗരത്തെയും തലസ്ഥാനത്തെയും ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നാണ്. അതായത് അന്നത്തെ മായ ഇങ്ക സംസ്കാരങ്ങളുടെ അക്രമോത്സുകതയെ പറ്റി മനസ്സിലാക്കുന്ന ആർക്കും അതിൽ അതിശയോക്തിയൊന്നും തോന്നേണ്ട കാര്യമില്ല. യൂറോപ്പിലെ തലവേട്ടക്കാരിൽ സൈഥിയന്മാർ, മോൺനെറിയൻസ്, ജർമാനിക് ഗോത്രങ്ങൾ എന്നിവർ ഉണ്ടായിരുന്നെങ്കിലും അവരിൽ പ്രധാനികൾ കെൽറ്റുകളായിരുന്നു. ഒരു ആചാരം എന്നതിലുപരി യുദ്ധവേളകളിൽ രഥങ്ങളിലും കുതിരകളിലും ഒരു അലങ്കാരമായി ഉപയോഗിക്കാനും അതുവഴി എതിരാളികളെ ഭയപ്പെടുത്താനും വേണ്ടിയാണ് അവർ പ്രധാനമായും തലവേട്ടയിൽ ഏർപ്പെട്ടിരുന്നത്. തലമുടികൾ കൊണ്ട് പിരിച്ചെടുത്തു തീർത്ത വടത്തിൽ തലയോട്ടികൾ മുത്തുപോലെ കോർത്താണ് അവർ അത് പ്രദർശിപ്പിച്ചിരുന്നത്. തലയോട്ടിയിലാണ് ആത്മാവ് കുടിയിരിക്കുന്നതെന്നും ഇങ്ങനെ പ്രദർശിപ്പിച്ചാൽ അതിന്റെ ശക്തിയിൽ യുദ്ധത്തിൽ വിജയം വരുമെന്നും എന്ന് തുടങ്ങിയുള്ള വിശ്വാസം അവർക്കിടയിൽ വ്യാപകമായി. ഐറിഷ് ഐതിഹ്യത്തിലെ ദ കൊക്കിലിയാൻ എന്ന തലകൊയ്യുന്ന യുദ്ധമൂർത്തിയിലുള്ള വിശ്വാസവും അവർക്കിടയിൽ ഈ പ്രവൃത്തിക്ക് ഒരു സ്വാധീനമായിട്ടുണ്ട്. എന്നാൽ സൈഥിയന്മാർ കുറച്ചുകൂടി കടന്ന് രക്തവും വീഞ്ഞും ഈ ശത്രുക്കളുടെ തലയോട്ടിയിൽ നിറച്ചാണ് കുടിച്ചിരുന്നത്. മോൺട്രീഗന്മാർ പക്ഷേ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലാണ് തലവേട്ടയിൽ ഏർപ്പെട്ടിരുന്നത്. അവരുടെ നിതാന്ത ശത്രുക്കളായ തുർക്കികളുടെ തല മാത്രമേ അവർ ശേഖരിച്ചിരുന്നുള്ളൂ. അവ കൊണ്ട് പണിതീരാതെ പോയ തബ്ജ എന്ന തലയോട്ടി ഗോപുരം തന്നെ അവർക്ക് ഉണ്ടായിരുന്നു. ഇവർക്കിടയിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വ്യാപനവും ആധുനികതയും ഈ നീചവൃത്തിയെ കഴിയൊടിയാൻ അവർ നിർബന്ധിതരായി. ഇതുവരെ നാം കണ്ടത് പ്രാചീനരും ഗോത്ര സംസ്കൃതിയിൽ അഭിരമിച്ചവരുമായ അപരിഷ്കൃത മനുഷ്യരുടെ അജ്ഞതയിൽ നിന്നും ഉടലെടുത്ത നിഷ്ഠൂര കൃത്യസംഭവങ്ങളെ കുറിച്ചാണ്. കാലം പുരോഗമിച്ചതും പുറം ലോകവുമായുള്ള സമ്പർക്കവും അവരെ ഇതിൽ നിന്നും മെല്ലെ അകറ്റി നിർത്തി. എന്നാൽ പരിണാമത്തിന്റെ പരമകോടിയിലെത്തിയ ആധുനികരെന്ന് നാം വിശേഷിപ്പിക്കുന്ന രാജ്യങ്ങളിലെ സൈനികർ വിനോദത്തിനു വേണ്ടിയും വംശീയതയുടെ പേരിലും ഈ ഹീനകൃത്യം നടത്തിയിരുന്നു എന്ന് അറിയുമ്പോഴാണ് എത്ര പുരോഗമിച്ചാലും മനുഷ്യൻ ചില അവസരങ്ങളിൽ പ്രാകൃതമായ ചിന്തയിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുന്നു. 2-ാം ലോക മഹായുദ്ധവേളയിൽ ജപ്പാൻ ചൈനയിലെ നാൻജിങ്ങിൽ നടത്തിയ കൂട്ടക്കൊല കുപ്രസിദ്ധമാണല്ലോ. അന്ന് 2 ലക്ഷത്തോളം പച്ച മനുഷ്യരെയാണ് അവർ കൊന്നൊടുക്കിയത്. അതിലും ഭീകരമായി അന്ന് ജപ്പാനിലെ സൈനികർക്കിടയിൽ 100 ഹെഡ് ക്യാമ്പയിൻ എന്നൊരു മത്സരം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു സൈനികൻ 100 തലയെങ്കിലും കൊയ്യുക, എന്നിട്ട് ആ തലകളെല്ലാം വടികളിൽ പ്രദർശിപ്പിക്കുകയും അവയുടെ ഫോട്ടോകളെടുത്ത് സുവനീറുകളിൽ ഉൾപ്പെടുത്തി ജപ്പാനിലേക്ക് അയച്ചു കൊടുക്കുകയുമായിരുന്നു. യുദ്ധാനന്തരം ചൈനക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ തലകൾ ശ്രമകരമായി കണ്ടുപിടിച്ചാണ് അവരുടെ ആചാരപരമായി സംസ്കാരങ്ങൾ നടക്കുകയുണ്ടായത്. ഒരു വേള ജപ്പാൻകാരായിരുന്നു ഈ പ്രാകൃത കൃത്യത്തിന്റെ പിന്തുടർച്ചക്കാരായതെങ്കിൽ യുദ്ധത്തിന്റെ അവസാന നാളുകളിൽ ഈ വാസന പിന്തുടർന്നത് അമേരിക്കൻ സൈനികരായിരുന്നു. അവരുടെ ഇരകൾ പ്രകൃതിയുടെ വികൃതി എന്നോണം ജപ്പാൻകാരും. 1940-ൽ അമേരിക്കയിൽ ഒരു യുവതി തലയോട്ടിയുമായി നിൽക്കുന്ന ചിത്രം വ്യാപകമായി പ്രചരിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത് അതൊരു ജപ്പാൻ സൈനികന്റെ തലയോട്ടിയാണെന്നും ഒരു സ്നേഹസമ്മാനം എന്ന രീതിയിൽ പസഫിക് ഫ്ലീറ്റിലെ ഒരു നാവികൻ തന്റെ കാമുകിയായ ആ യുവതിക്ക് അയച്ചു കൊടുത്തത് എന്നുമാണ്. തുടർന്നുള്ള അന്വേഷണത്തിൽ പസഫിക് യുദ്ധമുഖത്തിലെ സൈനികർക്ക് ജപ്പാൻ സൈനികരുടെ തല ശേഖരിക്കുന്ന ശീലമുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തപ്പെട്ടു. പട്ടാള കോടതിയുടെ കർശന ഇടപെടലിൽ
അത് അവസാനിക്കുകയും ചെയ്തു. ഇറ്റലിയിലെയും ജർമ്മനിയിലെയും അമേരിക്കൻ പട്ടാളക്കാർക്ക് ഇങ്ങനെയൊരു പ്രവണത ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ജപ്പാൻകാർ തങ്ങളെക്കാൾ താഴ്ന്ന ജനവിഭാഗമാണെന്ന ചിന്തയാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത് എന്ന് വിലയിരുത്തപ്പെട്ടു. എന്നാൽ പിന്നീടുള്ള ആഴത്തിലുള്ള പഠനങ്ങളിലും അന്വേഷണങ്ങളിലും ഒരു കാര്യം കൂടി വെളിപ്പെട്ടു. പസഫിക് മേഖലയിൽ അമേരിക്കയെ യുദ്ധത്തിന് സഹായിക്കുന്ന ഡയക് വിഭാഗക്കാരെ കുറിച്ചായിരുന്നു അത്. ഇന്തോനേഷ്യൻ ഗോത്ര വിഭാഗമായ ഡയക് വംശം ബൊറിനോയിലാണ് അധിവസിച്ചിരുന്നത്. അവരുടെ ഗോത്ര ആചാരമായിരുന്നു തലവേട്ട. തങ്ങളെ അധിനിവേശകാലത്ത് പീഡിപ്പിച്ച ജപ്പാൻകാരെ അതിന്റെ പ്രതികാരം എന്നോണം കയ്യിൽ കിട്ടുമ്പോഴെല്ലാം തല വെട്ടിയെടുത്ത് സൂക്ഷിക്കുന്നത് ഇവരുടെ ഒരു രീതിയായിരുന്നു. ഇവരിൽ നിന്നായിരിക്കാം അമേരിക്കൻ സൈനികർക്ക് വന്യമായ കൗതുകമായി ഈ പ്രവണത പകർന്നു കിട്ടിയത്. പക്ഷേ വിയറ്റ്നാം യുദ്ധത്തിലും തലവേട്ടയിൽ അമേരിക്കൻ സൈനികർ ഉൾപ്പെട്ടിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ടായി. തലവേട്ട എന്നത് മാനവരാശിയുടെ ഇരുണ്ട കാലഘട്ടമായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ ഇത് നടപ്പാക്കിയ വംശങ്ങളിൽ നിന്ന് തന്നെ ഇതിന്റെ പൂർവ്വ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ ഇരുണ്ട ഭൂഖണ്ഡം എന്നും സകല പ്രകൃതമായ ആചാരങ്ങളുടെ വിളഭൂമി എന്നും ആധുനിക മനുഷ്യർ ആക്ഷേപിക്കുന്ന ആഫ്രിക്കൻ വൻകരയിൽ ഒരു പ്രദേശത്തും തലവേട്ടയുമായി വിദൂര സാമ്യമുള്ള കർമ്മങ്ങൾ പോലും നിലനിന്നിരുന്നില്ല എന്നത് തീർത്തും ആശ്ചര്യം ഉളവാക്കുന്നതാണ്. ലോകം മുന്നോട്ട് ഗമിക്കുമ്പോൾ ഇനിയും ഇതുപോലുള്ള ആചാരങ്ങൾ തിരിച്ചു വരരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ഇനിയും ഇതുപോലുള്ള ചരിത്ര താളുകളുമായി വീണ്ടും കാണാം.